നിലമ്പൂരിൽ നിന്ന് നിശബ്ദ പ്രചരണമാണ്. ആവേശം നിറഞ്ഞ കലാശക്കൊട്ടിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നണികളും സ്ഥാനാർത്ഥികളും ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണവും ക്രമീകരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. KT സ്വാലി കൊണ്ട് വിവരങ്ങൾ നൽകാനായി നിലമ്പൂരിൽ നിന്ന്. സ്വാലി, ഇന്ന് നിശബ്ദ പ്രചരണം, ഈ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായ വലിയ പരസ്യ പ്രചരണം, അതിനുശേഷമുള്ള ഏറ്റവും ആവേശം നിറഞ്ഞ കൊട്ടിക്കലാശം, ഇന്നിപ്പോൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവസാന വട്ടം വോട്ടുറപ്പിക്കാനുള്ള വലിയൊരു ഓട്ടത്തിലാണിപ്പോൾ സ്ഥാനാർത്ഥികൾ, മുന്നണികൾ. ഈ നിശബ്ദ പ്രചരണ ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? ക്യാമ്പുകളുടെ, മുന്നണി സ്ഥാനാർത്ഥികളുടെ ക്യാമ്പുകളുടെ ആത്മവിശ്വാസം എന്താണ്? നാളെ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വലിയ ആവേശം നിറഞ്ഞ കലാശക്കൊട്ടിന്റെ ആത്മവിശ്വാസം മൂന്ന് മുന്നണികൾക്കുമുണ്ട്. അതേസമയം ഈ രാഷ്ട്രീയ വിവാദങ്ങൾ അടിയൊഴുക്കുകൾ ഉണ്ടാക്കുമോ എന്ന വലിയൊരു ആശങ്ക UDF കേന്ദ്രങ്ങളിലുമുണ്ട്. ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക, സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ മണ്ഡലത്തിനകത്തുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ ചെറിയ സ്ക്വാഡുകളായി പരമാവധി വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണമാണ് ഇന്ന് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ്. 263 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇതിൽ 59 എണ്ണം പുതിയ പോളിംഗ് സ്റ്റേഷനുകളാണ്. 11 പ്രശ്നസാധ്യതാ ബൂത്തുകളുണ്ട്. അതോടൊപ്പം തന്നെ 3 ബൂത്തുകൾ വനത്തിനകത്ത് ആദിവാസി വോട്ടർമാർ മേഖലകൾ മാത്രം വരുന്ന 3 ബൂത്തുകളുമുണ്ട്. ഇതുൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളാണ് ഉള്ളത്. ഇവിടെയെല്ലാം വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട്. മനു, ശരി, സ്വാലിഹ വിവരങ്ങൾ നൽകിയത്.